ബംഗ്ലാദേശിലെ ഒരു കൊടും ഭീകരൻ നമ്മുടെ രാജ്യത്തെത്തിയിരിക്കുന്നു. എന്തിനാണെന്നല്ലേ? ഒരു ചർച്ച നടത്താനാണ് ആ കൊടും ഭീകരൻ നമ്മുടെ രാജ്യത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സർക്കാരുമായിട്ടാണോ അല്ലെങ്കിൽ നയതന്ത്ര പ്രതിനിധികളും ആരെങ്കിലുമായിട്ടാണോ എന്നൊക്കെ. ഒന്നുമല്ല, സ്ലീപ്പർ സെല്ലുകളുമായി ചർച്ച നടത്താനാണ് ആ കൊടും ഭീകരൻ നമ്മുടെ രാജ്യത്തെത്തി മടങ്ങിയത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ജഷിമുദ്ദീൻ റഹ്മാനി എന്നാണ് ആ ഭീകരൻ്റെ പേര്. അദ്ദേഹം കിങ് പിൻ ഓഫ് അൽ ഖ്വയ്ദ അഫിലിയേറ്റഡ് അൻസറുള്ള ബംഗ്ലാ ടീം എന്നാണ് അയാളെ അറിയപ്പെടുന്നത്. അതായത് അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള അൻസറുള്ള ബംഗ്ലാ ടീം ABT എന്ന് പറയുന്ന വലിയൊരു ഭീകര സംഘടന ബംഗ്ലാദേശിലുണ്ട്. ആ ബംഗ്ലാദേശിലെ ABTയുടെ കിങ് പിൻ, അതായത് മുഖ്യ മുഖം എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അയാൾ വെസ്റ്റ് ബംഗാളിൽ ഒരു വിസിറ്റിന് എത്തിയിരിക്കുകയാണ്. അതായത് മമതാ ബാനർജി ഭരിക്കുന്ന പശ്ചിമ ബംഗാളിലാണ് അയാൾ വന്നിരിക്കുന്നത്. 5 മണിക്കൂർ ഇയാൾ പശ്ചിമ ബംഗാളിൽ ചിലവഴിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ABT സ്ലീപ്പർ സെല്ലുകളുമായിട്ടാണ് ഇയാൾ അവിടെ ചെലവഴിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കസ്ബ ബോർഡർ വഴിയാണ് ഇയാൾ വന്നത് എന്നും നമുക്കറിയാൻ സാധിക്കുന്നു. കസ്ബ ബോർഡർ വഴി ഇയാൾ കടന്ന് അവിടെ 5 മണിക്കൂർ അയാൾ ഭീകരരുമായി സംവദിച്ചിരിക്കുന്നു. രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള വിഷയങ്ങളാണ് അയാൾ ചർച്ച ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ പോലീസ് അടക്കം പുറത്തുവിടുന്ന വാർത്ത. എന്തായാലും മമതാ ബാനർജിക്ക് പറ്റിയ ഈ വലിയൊരു വീഴ്ച അത് മറയ്ക്കാനായി 2 ദിവസം മുമ്പ് മമതാ ബാനർജി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അത് നമ്മുടെ സൈന്യത്തിനെതിരെയാണ്. നമ്മുടെ സൈന്യത്തിനെതിരെ മമതാ ബാനർജി പറഞ്ഞത് BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബംഗ്ലാദേശിൽ നിന്നും ഭീകരരെ വെസ്റ്റ് ബംഗാളിലേക്ക് കടത്തിവിടുന്നു എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം BSF ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലേക്ക്, അതായത് നമ്മുടെ സൈനികർ ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ കടത്തിവിടുന്നു എന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. അത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയായി മമതാ ബാനർജിയുടെ ഉത്തരം വന്നിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിലെ എൻ്റെ ഭരണം തകർക്കാനാണ് BSF ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. വലിയ പ്രതിഷേധം മമതാ ബാനർജിക്കെതിരെ BJP അടക്കം ഈ പ്രസ്താവനയിൽ അവിടെ ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം, ബംഗ്ലാദേശ് നിരന്തരം ഇന്ത്യയുടെ സിലിഗുരി കോറിഡോറിനെ ഉന്നം വച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് അടക്കം 70ഓളം ഭീകരന്മാർ, ബംഗ്ലാദേശിൽ 70ഓളം ഭീകരന്മാർ എത്തി. എങ്ങോട്ട് പോയെന്നറിയില്ല. നമ്മുടെ രാജ്യത്തിലേക്കടക്കം പല ഭീകരന്മാരും നമ്മളെ സിലിഗുരി കോറിഡോർ ഉന്നം വെച്ചുകൊണ്ട് വന്നവരെ ഇൻ്റലിജൻസ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പിടിച്ച് അവരെ ഇപ്പോൾ ജയിലിനകത്താക്കിയിട്ടുണ്ട്. ഒരു ഭീകരനെ ഇവിടെ കാസർഗോഡ് നിന്നും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബംഗ്ലാദേശിൽ ISI, പാക് ചാര സംഘടനയായിട്ടുള്ള ISI റോഹിംഗ്യൻ തീവ്രവാദ സംഘടന രൂപീകരിച്ചു കൊണ്ടുവരുന്നു. പോരാത്തതിന് അവിടെയുള്ള തുറമുഖത്ത്, ബംഗ്ലാദേശിലെ തുറമുഖത്ത് പാകിസ്ഥാനിൽ നിന്ന് വാണിജ്യ സാധനങ്ങൾ എന്ന പേരിൽ സ്ഫോടക വസ്തുക്കൾ എത്തുന്നു. ഈ വാർത്തയെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെയുള്ള വിഷയത്തിൽ വലിയ ഒരു ഗൂഢ നീക്കത്തിനാണ് ബംഗ്ലാദേശ് ഒരുങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വേറൊരു സുപ്രധാന വാർത്ത നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിലെ പുരാതന ക്ഷേത്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ സ്ഫോടക വസ്തുക്കൾ എത്തിയത് എന്നുള്ളതാണ്. ABTയുടെ കയ്യിലായിരിക്കണം ഈ സ്ഫോടക വസ്തുക്കൾ എത്തിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതേക്കുറിച്ചുള്ള ചർച്ചയാണോ ഇവിടെ നടന്നത് എന്നുകൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും നമ്മുടെ അതിർത്തിയിൽ കനത്ത ജാഗ്രത ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോരാത്തതിന് വലിയ രീതിയിലുള്ള അന്വേഷണവും ഇതേ തുടർന്ന് തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.